നിർത്തിപ്പോയാലൊന്ന് പലവട്ടം ചിന്തിച്ചതാണ്. ഹായ്, അമ്മ ജിലേഷ്. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചിലക്കാർ ഗേൾസിൻ്റെ സ്റ്റാർട്ടപ്പ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഈസി അതുപോലെ ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആ രീതിയിലായിരുന്നു ചിലക്കാർ ഗേൾസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫസ്റ്റത്തെ ഒരു വീക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് നമ്മൾ എക്സൈറ്റ്മെന്റിലോട് കൂടിയായിരുന്നു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് എടുത്ത് ഫോട്ടോസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതെല്ലാം നല്ലൊരു ഉഷാറിൽ നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഫസ്റ്റ് വീക്ക് ആയ സമയത്ത് കുറച്ച് കഴിഞ്ഞ സമയത്ത് നമുക്ക് എൻക്വയറീസും കാര്യങ്ങളും വരുന്നത് ഒന്ന് മങ്ങി. പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞ മുന്നത്തെ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് വർക്കും കാര്യങ്ങളും വേറെ ഉണ്ട്. അപ്പം അതും ഇതും കൂടെ ടാലി ചെയ്ത് പോകാനും നല്ല പാടായിരുന്നു. അപ്പം അങ്ങനെ ഇത് ഈ തലകാൽ ദിവസം ശരിക്കും നോക്കാൻ പറ്റാത്ത രീതിയിലായി. മറ്റേ വർക്ക് എന്തായാലും അത് കമ്മിറ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണം. ആ ഒരു ഇതിലായതുകൊണ്ട് അതങ്ങനെ പക്ക തീക്കായി പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ടെലികാൾ ഗേൾസ് ഈ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഒരു 1-2 വീക്സ് കുറച്ചൊന്ന് ഡള്ളായി. ആ ഡള്ളായ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഓർഡേഴ്സും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. അപ്പോൾ വല്ലാതെ ആകെ എന്തോ പോലെ ആദ്യമായിട്ടാണ് ബിസിനസ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാമിലി അല്ലെങ്കിൽ ഞാൻ ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളും വരാത്ത സമയത്ത് ഇതെന്താണ് എങ്ങനെയാണെന്നൊന്നും യാതൊരു ഐഡിയയും കാര്യങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മടുത്തു തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് മീൻസ് ഞാൻ എൻ്റെ പാർട്ട്ണറുണ്ടോ അവർ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ, എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള അങ്ങനത്തെ രീതിയിലുള്ള ചിന്തകളും കാര്യങ്ങളായിരുന്നു. പക്ഷേ അപ്പോഴും മൈൻഡിൽ ഇത് വരുന്ന ആർക്കാണെന്നുണ്ടെങ്കിലും തുടങ്ങി വെക്കാൻ പറ്റും. പക്ഷെ അത് നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഒരു ടാസ്കുള്ള കാര്യമാണ്. പിന്നെ ഈ ബിസിനസിന്റെ കാര്യം മാത്രമല്ല, ഈ വീഡിയോ തുടങ്ങിയിട്ട് ഞാൻ അറൗണ്ട് ഇപ്പോൾ 21st വീഡിയോ ആണ് ചെയ്യുന്നത്. മീൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോ ഇന്ന് 21ാമത്തെ വീഡിയോ ആണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ബിസിനസ് ഉണ്ടായിരുന്നത്. അപ്പം ആ സ്റ്റേറ്റിൽ മടുത്ത് മീൻസ് ഓർഡേഴ്സും വരുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആയ സമയത്ത് മടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും നമ്മുടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നല്ലൊരു ഡൗൺ ഫേസും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഞാനിപ്പം എൻ്റെ ജോബ് റിസൈൻ ചെയ്തിട്ടായിരുന്നു ഫ്രീലാൻസ് ആയിട്ട് ഫോട്ടോഗ്രാഫി കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഈ ബിസിനസ്സും കാര്യങ്ങളും റൺ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും കൂടെ അതിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് അറിയാലോ, അത് റോൾ ചെയ്യാൻ നമുക്ക് ക്യാഷ് വേണം. അതുപോലെ തന്നെ അത് സസ്റ്റെയിൻ ചെയ്ത് പോകാന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു നെഗറ്റീവും കൂടെ ഈ ഇതിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നങ്ങനെയൊക്കെ ബാധിച്ച് അങ്ങനെ ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അന്ന് നിർത്തി പോവാതെ വീണ്ടും ഒരു സമയം വരും, വീഡിയോസും കാര്യങ്ങളുടെ ഓർഡേഴ്സും കാര്യങ്ങളും വരും. അങ്ങനെ വിശ്വസിച്ച് വീണ്ടും നല്ല വീഡിയോസും കാര്യങ്ങളും ഞങ്ങൾ വീണ്ടും പോസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങൾ പണ്ട് എങ്ങനെയാണ് ചെയ്ത അതേ ഒരു എനർജറ്റിക് ആയിട്ട് വീണ്ടും വീഡിയോസും കാര്യങ്ങളും പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഇതിനുള്ള റിസൾട്ടും കാര്യങ്ങളും ഇപ്പം കണ്ടുവരുന്നുണ്ട്. അപ്പം ഇപ്പോൾ പറയാനുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ക്വിറ്റ് ചെയ്യരുത്. നമ്മൾക്ക് എന്തൊക്കെ പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നമ്മൾ അതിൽ സ്റ്റേ ഓൺ ചെയ്യുക. നമ്മൾ എന്താണ് തുടങ്ങി വെച്ചത് അത് നിലനിർത്തി കൊണ്ടുപോകാം. അപ്പം ഇന്നത്തെ ഈ ചെറിയൊരു വ്ളോഗിൽ ഇതാണ് മാത്രമേ പറയുന്നുള്ളൂ. ഇനിയുള്ള വ്ളോഗിലും കാര്യങ്ങളും വീണ്ടും കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. കുറച്ചും കൂടി കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പം അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ.